പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നീ ഉള്ളവനാണോ ഇല്ലാത്തവനാണോ? എന്താണ് ചോദ്യം? ഇല്ലാത്തവനാണോ? അല്ലെങ്കിൽ ഇനി ഫെമിനിൻ ജെൻഡറിൽ ചോദിക്കാം: നീ ഉള്ളവളാണോ ഇല്ലാത്തവളാണോ? ചോദ്യത്തിന്റെ പശ്ചാത്തലം ഇതാണ്. ഈശോ പറയുകയാണ്, അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? നമ്മളൊന്നും ഇല്ലാത്ത ഉള്ളവരാണ്. അപ്പോൾ ചോദ്യത്തിന്റെ പശ്ചാത്തലം ഇതാണ്. ഈശോ പറയാണ്, ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടെ എടുക്കപ്പെടും. അപ്പോൾ നീ ഉള്ളവനാണോ ഇല്ലാത്തവനാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അയ്യോ ഞങ്ങളൊന്നും ഇല്ലാത്തവരാണ് എന്ന് ചാടിക്കേറി പറയരുത്. കാരണം അപ്പൊ നമ്മൾ മറുപടി ചോദിക്കണം, എന്തിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അത് ചോദിച്ചില്ലല്ലോ. നമ്മളിത് കേട്ടപ്പോ തന്നെ കാശിന്റെ കാര്യമാണ് വിചാരിച്ചത്. എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. എന്തുള്ളവൻ എന്തില്ലാത്തവൻ? അപ്പൊ ഈശോ പറയാണ്, ഉള്ളവന് വീണ്ടും നൽകപ്പെടും. അപ്പോൾ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഈശോ പറയുന്നത് ഹൃദയത്തിന്റെ തുറവിയെ കുറിച്ചാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഈശോ പറയാണ്, ഉള്ളവന് നൽകപ്പെടും. അപ്പോൾ എന്തുള്ളവന്? ഹൃദയത്തിന്റെ തുറവിയുള്ളവന് വീണ്ടും നൽകപ്പെടും. എന്ത് നൽകപ്പെടും? നൽകപ്പെടും എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അതും ഒരു സാമ്പത്തികമായി ഭൗതികമായ ഒരു ചിന്തയോടുകൂടെ കേൾക്കരുത്. വീണ്ടും നൽകപ്പെടും. തുറവിയുള്ളവന്, വചനം കേൾക്കാൻ തുറവിയുള്ളവന് വീണ്ടും വചനം നൽകപ്പെടും. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. വചനത്തിന്റെ അർത്ഥമറിയാൻ വേണ്ടി ദാഹമുള്ളവന് അതിന്റെ അർത്ഥം നൽകപ്പെടും. ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഹൃദയം തുറക്കാൻ തയ്യാറുള്ളവന് ആ ദൈവത്തെ സ്നേഹിക്കാനുള്ള അവസരങ്ങൾ നൽകപ്പെടും. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ കൊടുക്കാൻ സന്നദ്ധയുള്ള ഒരാൾക്ക് ആ സന്നദ്ധത, അതിനുള്ള സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും നൽകപ്പെടും. ഹല്ലേലൂയ. അതായത് ഇവിടെ ബുധനാഴ്ച ഒരു കസേര ഇടാനായിട്ട് നല്ല മനസ്സുള്ള ആൾക്ക് എന്ത് നൽകപ്പെടും? 2-3 കസേര ഇടാനുള്ള സാഹചര്യം നൽകപ്പെടും. ഒരു ചൂലെടുത്ത് 10 മിനിറ്റ് അടിക്കാനായിട്ട്, പള്ളി അടിക്കാൻ വേണ്ടി 10 മിനിറ്റ് കൊടുക്കാനായിട്ട് തയ്യാറുള്ള ഒരാൾക്ക് അതിന് 10 മിനിറ്റ് അല്ല 2-3 മണിക്കൂർ നൽകപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കൊടുക്കാൻ തയ്യാറുള്ളവർക്ക്, കർത്താവിന് വേണ്ടി ഹൃദയം തുറന്ന് തങ്ങളെ തന്നെ കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക്, അപ്പോൾ എന്തുള്ളത് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്തുള്ളതെന്ന് പറഞ്ഞാൽ നല്ല മനസ്സ്, തുറവി, റെസ്പോൺസീവ്നെസ് ഉള്ളവർക്ക് നൽകപ്പെടും. ഇനി അതിന്റെ മറ്റേ സൈഡ് എന്താണ്? ഇല്ലാത്തവരിൽ നിന്ന്. എന്തില്ലാത്തവരിൽ നിന്ന്? 10 മിനിറ്റ് വചനം വായിക്കാൻ സമയമില്ലാത്തവരിൽ നിന്ന് ഇപ്പൊ ഉണ്ടെന്ന് വിചാരിക്കുന്നത് കൂടെ എടുത്തു മാറ്റപ്പെടും. അല്ലെങ്കിൽ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ, തങ്ങളുടെ സമ്പത്തായിക്കൊള്ളട്ടെ, സമയമായിക്കൊള്ളട്ടെ, ആരോഗ്യമായിക്കൊള്ളട്ടെ, അത് കൊടുക്കാൻ മനസ്സില്ലാത്തവരിൽ നിന്ന് ഇപ്പോൾ അവർക്ക് ഉണ്ടെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ കൂടെ എടുത്തു മാറ്റപ്പെടും. പിന്നീട് അത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയിൽ 7:30 മുതൽ 3 മണി വരെ ഉള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് നല്ല മനസ്സ്, ഒരു ദിവസം നല്ല മനസ്സ് കാണിക്കുന്ന ആൾക്ക് 10 ദിവസം അതിനുള്ള അവസരം നൽകപ്പെടും. ആ അവസരം ഉപയോഗിക്കുമ്പോൾ വീണ്ടും അത് നൽകപ്പെടും. അല്ലെങ്കിൽ ഒരു വചനം പറയാനായിട്ട് ഒരു ചെറിയൊരു അവസരം കിട്ടി, അത് ഉപയോഗിക്കുന്ന ആൾക്ക് വചനം പറയാൻ കൂടുതൽ അവസരങ്ങൾ കിട്ടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അച്ഛൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അച്ഛൻ വചന ശുശ്രൂഷയൊക്കെ ആരംഭിച്ച കാലത്ത് 1 ആളും 2 ആളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്.
ആ ഒരാളോടും രണ്ടാളോടും വചനം ചിലപ്പോൾ അരമണിക്കൂർ രണ്ടുപേരെ മുമ്പിൽ ഇരുത്തി അരമണിക്കൂർ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരാളെ കൊണ്ടല്ല, ആ വചനത്തെയാണ് നമ്മൾ നോക്കുന്നത്, ആളുടെ എണ്ണത്തെയല്ല. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ആളുകളോട് വചനം പ്രഘോഷിക്കാൻ കർത്താവ് കൃപ തരും. കണ്ണുകളടക്കാം. നമുക്ക് അനുദപിക്കാനുള്ള മേഖല, ആത്മീയമായ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ, വചനം വായിക്കാൻ, വചനം ധ്യാനിക്കാൻ, ഈശോയെക്കുറിച്ച് പറയാനൊക്കെയുള്ള ആ നല്ല മനസ്സ് എനിക്കുണ്ടെങ്കിൽ കർത്താവ് എനിക്ക് കൂടുതലായി അത് നൽകും, അതിനുള്ള അവസരങ്ങൾ നൽകും. നമ്മുടെ ആ ഹൃദയത്തിൻ്റെ തുറവി ദൈവരാജ്യ ശുശ്രൂഷകളോടുള്ള നമ്മളുടെ മനോഭാവത്തിൽ ഉദാരമായി നമ്മെ തന്നെ, നമ്മുടെ ആരോഗ്യം, എല്ലാം കൊടുക്കാനായിട്ട് കർത്താവ് കൂടുതൽ കൃപ ഈ ദിവ്യബലിയിലൂടെ തരുകയാണ്. നമുക്ക് അപ്രകാരമൊക്കെ അവസരമുണ്ടായിട്ടും നമ്മൾ നമ്മെ തന്നെ കൊടുക്കുന്നതിന് തയ്യാറാകാതെ പോയ സമയങ്ങളെ ഓർത്ത് അനുദപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.